നമസ്കാരം. വന്ന് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസിനും ചെരുപ്പിനെ പോലും ഭയമായിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇതുവരെ കറുത്ത നിറത്തിലുള്ള എല്ലാത്തിനെയായിരുന്നു ഭയം. കരിങ്കൊടി, അതുപോലെ കാക്ക പറക്കുന്നത് കണ്ടാൽ, കറുത്ത മാസ്ക്, അതുപോലെ നമ്മുടെ ബുർഖ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അത് മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്നത്, ഏതായാലും കറുത്ത വസ്ത്രങ്ങൾ, കറുത്ത മുഖംമൂടികളുണ്ടെങ്കിൽ അതിൽ കറുത്ത തൊപ്പി, ഏതും ഈ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസിനും ഭയമായിരുന്നു. അത് അണിഞ്ഞുകൊണ്ട് പരിസരത്തൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ പൊക്കിയെടുത്ത് പോലീസ് ജീപ്പിനകത്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും പതിവായിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ രാജകീയ എഴുന്നള്ളത്ത് നടന്നപ്പോഴും കറുത്ത കൊടിയെ ഇത്രയധികം ഭയന്ന ഒരു ഭരണാധികാരി കേരളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് നമുക്കറിയാം. കറുത്ത കൊടി കാണിച്ചവരെ മുഴുവനും തല്ലിച്ചതച്ച് കാലൊടിച്ചും തലപൊട്ടിച്ചും മുന്നോട്ട് വന്ന ഒരു യാത്ര നമ്മൾ കണ്ടതാണ്. അതാണ് എന്തു പറയാം, ഒരുതരം അക്രമയാത്ര, അതല്ലെങ്കിൽ ഗൂണ്ടായാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു രാജകീയ യാത്ര നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ രാജകീയ യാത്ര കഴിഞ്ഞ തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ അത് ഒടുങ്ങി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് എറണാകുളത്ത് 1-2 ദിവസവും കൂടി ഉണ്ട് എന്ന പ്രഖ്യാപനം വന്നത്. കാരണം കാനൻ രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് 2-3 ദിവസവും കൂടി അവിടെ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ 2-3 മണ്ഡലങ്ങളിൽ കൂടി വീണ്ടും നടത്തുന്നു. അത് ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ടായിരുന്നു ആ രാജസദസ്സുകൾ നടന്നത്. ഇവിടെ പിറവത്തേക്ക് പോകുന്ന വഴിയിൽ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ഒരു പ്രദേശത്ത് 2-3 ചെറുപ്പക്കാർ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വന്നിരുന്നു. അങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരുന്നത് പ്രധാനമായിട്ടും അവർ വന്നിരുന്നത് INTUC-യുടെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. കാരണം നമ്മുടെ നാട്ടിലെ പലയിടത്തും ഈ ചുമട്ട് തൊഴിലാളികൾ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ മുളന്തുരുത്തിയിലെ INTUC-യുടെ ഷെഡിൽ പോയി 2 ചെറുപ്പക്കാരിരുന്നു. പോലീസുകാർക്ക് സംശയം വന്നു, ഇവന്മാര് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നവരാണോ എന്നൊരു സംശയം വന്നു. പോലീസുകാർ അവരെ അടുത്ത് ചെന്നു. അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രി പോകുന്ന കാണാനിരിക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിഷേധിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു പോലീസിന്. പക്ഷേ അവരുടെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി എന്താണെന്ന് ചോദിച്ചപ്പോൾ പോലീസ് പൊതി എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ചെരുപ്പായിരുന്നു. ആകെ പോലീസ് ഭയന്നു പോയി. ഇവന്മാർ ചെരുപ്പ് കാലിടാനുള്ളതല്ലേ, കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുതിയ ചെരുപ്പാണ്, ആ പുതിയ കവറും എല്ലാം ഉണ്ട്, അങ്ങനെ പുതിയതാണ് ഞങ്ങൾ വാങ്ങിച്ചത്, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇത് മുഖ്യമന്ത്രിയുടെ യാത്ര കണ്ടിട്ട് പോകാമെന്ന് പറയാൻ വെരി ഷെഡ് ഇരുന്നതാണെന്ന് പറഞ്ഞു. ശരി, അതോടുകൂടി അവന്മാരുടെ കാര്യം കുഴപ്പത്തിലായി. അവന്മാരെ 2 എണ്ണത്തിനെ അപ്പോൾ തന്നെ പൊക്കി പോലീസ് ജാഗ്രതയിലാക്കി. പോലീസ് പിടിച്ചു, ചെരുപ്പിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചെരുപ്പിനെ കസ്റ്റഡിയിലെടുത്തിട്ട് ചെരുപ്പിനെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി കടന്നു പോയി ഏകദേശം മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ്, ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാർക്ക് പോലീസ് തിരിച്ചു കൊടുത്തത്, ഈ ചെരുപ്പ് തിരിച്ചു കൊടുത്തത്. അതുവരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ചെരുപ്പ് എന്ന് നമ്മൾ അറിയുന്നു. ഇത് നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ ചെരുപ്പിനെ ഭയപ്പെടുന്ന, ചെരുപ്പ് പോലീസ് കസ്റ്റഡിയിലാകുന്ന ലോകത്തിലെ ആദ്യ സംഭവമായിരിക്കും കേരളത്തിൽ നടക്കുന്നത്. അത് മുളന്തുരുത്തി പോലീസ് സ്റ്റേഷന് അതിന് അഭിമാനിക്കുകയും ചെയ്യാം.